അപ്പോൾ നമ്മുടെ ഫസ്റ്റ് ക്വസ്റ്റ്യൻ ഇസ് വിച്ച് ഓഫ് ദ ഫോളോയിങ് വൈറസ് ഇസ് നോൺ എൻവലപ്ഡ്. എൻവലപ്പ് ഇല്ലാത്ത വൈറസിന്റെ ഏതാണെന്നാണ് നമ്മൾ ചോദിച്ചത്. അപ്പം ഇൻഫ്ലുവൻസ വൈറസ് ഉണ്ടായിരുന്നു, ഹെർപ്പിസ് സിംപ്ലെക്സ് വൈറസ്, അഡിനോ വൈറസ്, HIV വൈറസ്. ഇതിന്റെ കറക്റ്റ് ആൻസർ എന്ന് പറയുന്നത് ഏതായിരുന്നു? അഡിനോ വൈറസ് വാസ് ദ കറക്റ്റ് ആൻസർ, ബിക്കോസ് അഡിനോ വൈറസ് എന്ന് പറയുന്നത് നോൺ എൻവലപ്ഡ് വൈറസ് ആണ്. അപ്പം നമ്മൾ മോർഫോളജി പഠിച്ചപ്പോൾ നമ്മൾ പഠിച്ചതാണ് അല്ലേ, ഏതൊക്കെയാണ് എൻവലപ്ഡ് വൈറസ്, ഏതൊക്കെയാണ് നോൺ എൻവലപ്ഡ് വൈറസ് ഒക്കെ. അപ്പം എൻവലപ്ഡ് വൈറസിന്റെ പ്രത്യേകത എന്താണ്? അവർക്കൊരു ഗ്ലൈക്കോപ്രോട്ടീൻ എൻവലപ്പ് ക്യാപ്സിഡിന്റെ പുറമെ പ്രസന്റ് ആയിരിക്കും അല്ലേ. പിന്നെ അതർ എക്സാമ്പിൾസ് ഓഫ് നോൺ എൻവലപ്ഡ് വൈറസ് ഏതൊക്കെയാണ്? റോട്ട വൈറസ് ഉണ്ട്, പോളിയോ വൈറസ് ഉണ്ട്, അതുപോലെ തന്നെ നോറോ വൈറസ് ഉണ്ട്, പിന്നെ പാർവോ വൈറസ്, ഇങ്ങനെയുള്ള വൈറസുകളൊക്കെയാണ് നോൺ എൻവലപ്ഡ് വൈറസസിന് എക്സാമ്പിൾ ആയിട്ട് ഉള്ളത്. ഓക്കെ, സെക്കൻഡ് ക്വസ്റ്റ്യൻ എന്ന് പറയുന്നത് വാട്ട് ഈസ് ദ ജിനോം ടൈപ്പ് ഓഫ് ഇൻഫ്ലുവൻസ വൈറസ്. ഇൻഫ്ലുവൻസ വൈറസിന്റെ ജിനോം ടൈപ്പ് ഏതായിരുന്നു? Options are double-stranded DNA, single-stranded positive sense RNA, segmented single-stranded negative sense RNA, and circular single-stranded RNA. ഈ നാലെണ്ണമായിരുന്നു ഓപ്ഷൻ. അതിനകത്ത് നമ്മൾ ഇൻഫ്ലുവൻസ വൈറസ് പഠിച്ചപ്പോൾ ഞാൻ എടുത്തു പറഞ്ഞതായിരുന്നു എന്താണ് അതിൻ്റെ ജിനോമിന്റെ പ്രത്യേകത എന്താണ്? സെഗ്മെന്റഡ് ആണ് എന്ന് നമ്മൾ പറഞ്ഞായിരുന്നു അല്ലേ. അപ്പോൾ അതാണ് ആൻസർ. സെഗ്മെന്റഡ് സിംഗിൾ സ്ട്രാൻഡഡ് നെഗറ്റീവ് സെൻസ് RNA ആണ് ഇവർക്കുള്ളത്. അപ്പം എത്ര സെഗ്മെന്റ്സ് ആണുള്ളത്? ടോട്ടൽ 8 സെഗ്മെന്റ്സ് ആണ് ഇവർക്കുള്ളത്. ആൻഡ് ഈ സെഗ്മെന്റ്സ് അലൗസ് ദിസ് viruses for and ജനറ്റിക് റീഅസോർട്ട്മെന്റ് അല്ലെ. റീഅസോർട്ട്മെന്റ് വഴി പാൻഡമിക്സ് ഒക്കെ ഉണ്ടാക്കാനായിട്ട് സഹായിക്കുന്നത് ഈ പറയുന്ന ഈ സെഗ്മെന്റ്സ് ഉള്ളത് കൊണ്ടാണ്. ഇതിൽ ഏതാണ്? NA-ക്കകത്താണ് അല്ലെ. ന്യൂറാമിനിഡേസിനകത്ത് അതിനെ കോഡ് ചെയ്യുന്ന ജീനാണ് ഏറ്റവും കൂടുതൽ മ്യൂട്ടേഷൻ നടക്കുന്നത്. ആൻഡ് അതുവഴിയാണ് മെയിൻലി ഈ ജനറ്റിക് റീഅസോർട്ട്മെന്റ് ഒക്കെ നടക്കുന്നത് നമ്മൾ പറഞ്ഞായിരുന്നു. ഓക്കെ, then third question is which step occurs first in viral replication after host cell attachment. ഹോസ്റ്റ് സെല്ലിൽ അറ്റാച്ച് ചെയ്ത് കഴിഞ്ഞാൽ ആദ്യത്തെ സ്റ്റെപ്പ് എന്താണെന്നാണ് ചോദിച്ചത്. ട്രാൻസ്ക്രിപ്ഷൻ, ട്രാൻസ്ലേഷൻ, പെനട്രേഷൻ, അസംബ്ലി. അത് നമുക്കറിയാവുന്ന സിമ്പിൾ ആയിട്ടുള്ള ഒരു ക്വസ്റ്റ്യൻ ആയിരുന്നു അല്ലേ. അതിന്റെ ആൻസർ എന്താണ്? പെനട്രേഷൻ ആണ് അതിന്റെ ആൻസർ. കാരണം എന്താണ്? അതായത് ആഫ്റ്റർ എ വൈറസ് ബൈൻഡ്സ് ടു ഇറ്റ്സ് റിസപ്റ്റർ ഓൺ ദ ഹോസ്റ്റ് സെൽ സർഫസ് ഇറ്റ് പെനട്രേറ്റ്സ് ദ സെൽ ഓഫൺ ത്രൂ എൻഡോസൈറ്റോസിസ് അല്ലെ മെംബ്രെയിൻ ഫ്യൂഷൻ അല്ലേ. നമ്മൾ റെപ്ലിക്കേഷൻ ഒക്കെ പഠിച്ചപ്പോൾ പറഞ്ഞായിരുന്നു. ആദ്യം അറ്റാച്ച് ചെയ്യും, അത് കഴിഞ്ഞ് പെനട്രേറ്റ് ചെയ്ത് സെല്ലിന്റെ ഉള്ളിലെത്തണം. അത് രണ്ട് രീതിയിൽ നടത്താം. എൻഡോസൈറ്റോസിസ് വഴിയോ മെംബ്രെയിൻ ഫ്യൂഷൻ വഴിയോ ഒക്കെ ഈ പറയുന്ന പെനട്രേഷൻ നടത്താറുണ്ട്. ഓക്കെ, അപ്പൊ അതായിരുന്നു നമ്മുടെ മൂന്നാമത്തെ ക്വസ്റ്റ്യൻ. നാലാമത്തെ ക്വസ്റ്റ്യൻ എന്ന് പറയുന്നത് എന്തായിരുന്നു? വിച്ച് ഓഫ് ദ ഫോളോയിങ് വൈറസ് ഹാസ് സെഗ്മെന്റഡ് RNA. സെഗ്മെന്റഡ് RNA ഉള്ള ഒരു വൈറസിന്റെ പേര്. നമ്മുടെ സെക്കൻഡ് ക്വസ്റ്റ്യൻ എന്തായിരുന്നു? അതും റിലേറ്റഡ് ആയിട്ടുള്ള ക്വസ്റ്റ്യൻ ആണ് അല്ലേ. അതിനകത്ത് നമ്മുടെ ആൻസർ ഇൻഫ്ലുവൻസ വൈറസ് ആണ്. അപ്പോൾ ഇതിനകത്ത് ഞാൻ മുമ്പേ അതിൻ്റെ എക്സാമ്പിൾസ് ഞാൻ പറഞ്ഞായിരുന്നു അല്ലേ. അപ്പോൾ അതിനകത്ത് ഏതാ ഇതിനകത്തുള്ളത്? HIV ഉണ്ട്, റേബീസ് ഉണ്ട്, നോറോ ഉണ്ട്, റോട്ട വൈറസ് ഉണ്ട്. ഇതിനകത്ത് ഏതിനാണ് സെഗ്മെന്റഡ് RNA ഉള്ളത്? റോട്ട വൈറസിനാണ് സെഗ്മെന്റഡ് RNA ഉള്ളത്. പിന്നെ എത്ര സെഗ്മെന്റ്സ് ആണെന്നും കൂടി ഓർത്തിരുന്നോണം. എത്ര സെഗ്മെന്റ്സ് ആണുള്ളത്? 11 8 ഉണ്ടായിരുന്നുള്ളൂ. പക്ഷേ റോട്ട വൈറസിന് 11 സെഗ്മെന്റ്സ് ഉണ്ട്. ആൻഡ് അതുപോലെ തന്നെ ഇവർക്കും അതുകൊണ്ട് തന്നെ റീഅസോർട്ട്മെന്റ് പോസിബിൾ ആണ് ലൈക്ക് ഇൻഫ്ലുവൻസ വൈറസ്. ഇൻഫ്ലുവൻസ വൈറസിന് സിമിലർ ആയിട്ടുള്ള ഒരു വൈറസ് ആണ് റോട്ട വൈറസ് ഇൻ റിലേഷൻ ടു ദ മോർഫോളജി. അല്ലാതെ ഓക്കെ അതിൻ്റെ ഇൻഫെക്ഷൻ കോസ് ചെയ്യുന്ന രീതിയിലല്ല, മോർഫോളജിയുടെ ബേസിസിൽ ഇറ്റ് ഈസ് റിലേറ്റഡ് ടു ഇൻഫ്ലുവൻസ വൈറസ്. ഓക്കെ, then fifth question എന്ന് പറയുന്നത് ജനറ്റിക് റീഅസോർട്ട്മെന്റ് ഈസ് മോർ ലൈക്ലി ടു ഒക്കർ ഇൻ വിച്ച് വൈറസ്. ഏത് വൈറസിലാണ്? ഡെങ്കുവിലാണോ, HIV-യിലാണോ, ഇൻഫ്ലുവൻസ വൈറസിലാണോ, പോളിയോ വൈറസിലാണോ? ഈസിയാണ്. ജനറ്റിക് റീഅസോർട്ട്മെന്റ് നമ്മൾ പഠിച്ചപ്പോൾ എല്ലാം പറഞ്ഞുകൊണ്ടിരുന്ന വാക്കായിരുന്നു. ഏതാണ്? ഇൻഫ്ലുവൻസ വൈറസ് ആണ് അല്ലേ. ഇൻഫ്ലുവൻസ വൈറസ് അണ്ടർഗോസ് റീഅസോർട്ട്മെന്റ് ഡ്യൂ ടു ഇറ്റ്സ് സെഗ്മെന്റഡ് ജിനോം ലീഡിംഗ് ടു ആന്റിജനിക് ഷിഫ്റ്റ്. ആന്റിജനിക് ഷിഫ്റ്റ് ഉണ്ടാവുന്നു ആൻഡ് പൊട്ടൻഷ്യൽ പാൻഡമിക്സ് കോസ് ചെയ്യുന്നു. ആന്റിജനിക് ഷിഫ്റ്റും ആന്റിജനിക് ഡ്രിഫ്റ്റും ഓർക്കുന്നുണ്ടല്ലോ. ആന്റിജനിക് ഷിഫ്റ്റ് എന്ന് പറയുന്നത് ഒരു ഡ്രാസ്റ്റിക് ചേഞ്ച് ആയിരിക്കും. പക്ഷേ ആന്റിജനിക് ഡ്രിഫ്റ്റ് എന്ന് പറയുന്നത് ചെറിയ പോയിന്റ് മ്യൂട്ടേഷൻ ഇൻ ദ HANA ജീൻ ആയിരിക്കും. ഓക്കെ,
The main mode of transmission of hepatitis A virus is hepatitis A virusന്റെ transmission mode എങ്ങനെയാണ്? ബ്ലഡ് വഴിയാണോ, സെക്ഷലി ആണോ, അതോ ഫീക്കൽ ഓറൽ റൂട്ട് വഴിയാണോ, ആൻഡ് ദാസ് നീഡിൽ ഷെയറിംഗ് വഴിയാണോ? അതിന്റെ കറക്റ്റ് ആൻസർ എന്ന് പറയുന്നത് ഫീക്കൽ ഓറൽ റൂട്ടാണ് കറക്റ്റ് ആൻസർ വരുന്നത്. നമ്മൾ പറഞ്ഞായിരുന്നു അല്ലേ, ഇപ്പം HBV ആണെന്നുണ്ടെങ്കിൽ, ഹെപ്പറ്റൈറ്റിസ് ബി ആണെന്നുണ്ടെങ്കിലാണ് ബ്ലഡ് ട്രാൻസ്ഫ്യൂഷൻ അല്ലെങ്കിൽ സെക്ഷൽ കോണ്ടാക്ട്. HCV ആണെന്നുണ്ടെങ്കിൽ ബ്ലഡ് ട്രാൻസ്ഫ്യൂഷൻ ആണ്. അതുപോലെ തന്നെ നീഡിൽ ഷെയറിംഗ് കോമൺ ആയിട്ട് HBVക്കും HCVക്കും ഉണ്ട് അല്ലേ. അപ്പം HIV ഇതിൽ പടരുന്നത് ഫീക്കോ ഓറൽ റൂട്ട് വഴിയാണ് ആൻഡ് കോമൺലി ത്രൂ കണ്ടാമിനേറ്റഡ് ഫുഡ് ആൻഡ് വാട്ടർ ആൻഡ് പ്രിവലന്റ് ഇൻ ഏരിയാസ് വിത്ത് പുവർ സാനിറ്റേഷൻ. സാനിറ്റേഷൻ കുറവുള്ള സ്ഥലങ്ങളിലാണ് ഈ പറയുന്ന ഹെപ്പറ്റൈറ്റിസ് A വൈറസ് വെയിൻലി ട്രാൻസ്മിറ്റ് ചെയ്യുന്നത്. ഓക്കെ, അടുത്ത ക്വസ്റ്റ്യൻ എന്ന് പറയുന്നത് എന്താണ്? റേബീസ് വൈറസസ് യൂസ് വിച്ച് റിസപ്റ്റർ ടു എൻറ്റർ ന്യൂറോൺസ്. ന്യൂറോൺസിൽ എൻ്റർ ചെയ്യാൻ വേണ്ടിയിട്ട് റേബീസ് വൈറസ് യൂസ് ചെയ്യുന്ന റിസപ്റ്റർ ഏതാണ്? ഇത് നമ്മൾ ഡിസ്കസ് ചെയ്തതായിരുന്നു. 4 ഓപ്ഷൻ ഏതൊക്കെയാണ്? CD4, ICAM1, നിക്കോട്ടിനിക് അസറ്റൈൽകോളിൻ റിസപ്റ്റർ ആൻഡ് നീഡിൽ ഷെയറിംഗ്. അപ്പോൾ അതിനകത്ത് എന്താണ് ഒബ്വിയസ് ആയിട്ട് നമുക്കറിയാം എന്താണ് റേബീസ് വൈറസ് എന്ന് പറയുമ്പോൾ ന്യൂറോൺസുമായിട്ട് റിലേറ്റഡ് ആയിരിക്കും. അപ്പോൾ അങ്ങനെ ഓർക്കാം, ഏതായിരിക്കും? നിക്കോട്ടിനിക് അസറ്റൈൽകോളിൻ റിസപ്റ്റർ ആണ് അതിൻ്റെ ആൻസർ വരുന്നത്. CD4 എന്ന് പറയുമ്പോൾ ഏതിൻ്റെ റിസപ്റ്റർ ആയിരുന്നു? HIV-യുടെ റിസപ്റ്റർ ആണ്, അത് ഓർത്തോണം. പിന്നെ എക്സ്പ്ലനേഷൻ ആയിട്ട് നമുക്ക് പറയാനായിട്ടുള്ളത് നമ്മൾ പറഞ്ഞു, എന്താ പറയുക, ഈ പറയുന്ന നിക്കോട്ടിനിക് അസറ്റൈൽകോളിൻ റിസപ്റ്റേഴ്സ് എവിടെയാണ് കാണുന്നത്? ന്യൂറോ മസ്കുലാർ ജംഗ്ഷൻസിലാണ് കാണുന്നത്. അതുവഴിയാണ് ഈ പറയുന്ന വൈറസ് പെരിഫറൽ നെർവ്സിൽ എൻ്റർ ചെയ്യുകയും അതുവഴി CNSലേക്ക് എത്തുകയും ചെയ്യുന്നത്. ഓക്കെ, അടുത്ത ക്വസ്റ്റ്യൻ എന്ന് പറയുന്നത് വിച്ച് വൈറസ് കോൾസ് ഔൾസൈഡ് ഇൻക്ലൂഷൻ ഇൻ ഇൻഫെക്റ്റഡ് സെൽ. ഇൻഫെക്ട് ചെയ്യുന്ന സെല്ലിൽ ഔൾസൈഡ് അപ്പിയറൻസ് ഇൻക്ലൂഷൻ ബോഡി ആയിട്ട് കാണിക്കുന്ന ഏത് ഓർഗാനിസം ആണ്? എപ്സ്റ്റീൻ ബാർ വൈറസ്, സൈറ്റോമെഗാലോ വൈറസ്, അഡീനോ വൈറസ് ആൻഡ് HSV. HSV എന്ന് പറയുമ്പോൾ ഹെർപ്പസ് സിംപ്ലെക്സ് വൈറസ്. ആൻസർ ഈ സൈറ്റോമെഗാലോ വൈറസ്. നമുക്കറിയാം ഈ CMV ഇൻഫെക്ട് ചെയ്യുന്ന സെൽസ് വലിയ ഇൻക്ലൂഷൻ ബോഡി, ന്യൂക്ലിയർ ഇൻക്ലൂഷൻ ബോഡിയാണ്. അത് ഔൾസായി പോലെ ഇരിക്കും, മൂങ്ങയുടെ കണ്ണ് പോലെ ഇരിക്കുന്ന അപ്പിയറൻസ് ഓഫ് ഇൻക്ലൂഷൻ ബോഡി കാണിക്കുന്നത് ആരാണ്? സൈറ്റോമെഗാലോ വൈറസ് ആണ്. ഓക്കെ, ഇനി അടുത്ത ക്വസ്റ്റ്യൻ എന്ന് പറയുന്നത് മേജർ ഫംഗ്ഷൻ ഓഫ് വൈറൽ എൻവലപ്പ്. വൈറൽ എൻവലപ്പിന്റെ മേജർ ഫംഗ്ഷൻ എന്താണെന്നാണ് അടുത്തത് നമ്മൾ പറയുന്നത്. ഏതൊക്കെയാണ്? ജീനോം റെപ്ലിക്കേഷൻ ആണോ, ഹോസ്റ്റ് സെൽ റിസപ്റ്റർ ബൈൻഡിങ് ആൻഡ് ഫ്യൂഷൻ ആണോ, ക്യാപ്സിഡ് ഫോർമേഷൻ അല്ലെങ്കിൽ RNA സിന്തസിസ്? ഇതിന്റെ കറക്റ്റ് ആൻസർ നമുക്കറിയാം, എന്താണ്? ഹോസ്റ്റ് സെല്ല് റിസപ്റ്ററുമായിട്ട് ബൈൻഡ് ചെയ്യുകയും ഫ്യൂസ് ചെയ്യുക എന്നുള്ളതുമാണ് ആരുടെ ഫംഗ്ഷൻ? എൻവലപ്പിന്റെ ഫംഗ്ഷൻ അല്ലേ. അതെന്ന് പറയുന്നതാണ് ഒരു സെല്ലിനുള്ളിലേക്ക് എൻ്റർ ചെയ്യാൻ, അതുപോലെ തന്നെ സെല്ലിൻ്റെ ഇൻഫെക്ടിവിറ്റിയോടൊക്കെ റിലേറ്റ് ചെയ്യുന്ന ഒരു ഫാക്ടർ എന്ന് പറയുന്നത് ഏതാണ്? വൈറൽ എൻവലപ്പാണ്. അപ്പം നോൺ എൻവലപ്ഡ് വൈറസ് എങ്ങനെയാണ് ഹോസ്റ്റ് സെല്ലിൻ്റെ ഉള്ളിൽ കയറുന്നത്? അത് നമുക്ക് ഓൾറെഡി അറിയാം എങ്ങനെയാണ്. അതിൻ്റെ ക്യാപ്സിഡ് വെച്ചിട്ടായിരിക്കും അത് എന്ത് ചെയ്യുന്നത്? ഹോസ്റ്റ് സെല്ലിൻ്റെ ഉള്ളിലേക്ക് എൻ്റർ ചെയ്യുന്നത്. ഓക്കെ, ഇനി അടുത്ത ക്വസ്റ്റ്യൻ എന്ന് പറയുന്നത് വിച്ച് ഓഫ് ദ ഫോളോയിങ് വൈറസസ് ട്രാൻസ്മിറ്റഡ് പ്രൈമർലി ബൈ ഏഡിസ് മൊസ്കിറ്റോ? ഫസ്റ്റ് ഓപ്ഷൻ ഈസ് ജാപ്പനീസ് ബി എൻസെഫലൈറ്റിസ് വൈറസ്, ദെൻ ഡെങ്കു വൈറസ്, വെസ്റ്റ് നൈൽ വൈറസ്, ടിക് ബോൺ എൻസെഫലൈറ്റിസ് വൈറസ്. ഓക്കെ, അതിൻ്റെ ആൻസർ ഏതായിരിക്കും? നമുക്കറിയാം ഡെങ്കു ആണ് അല്ലേ. ഡെങ്കു ആണ് ഈഡിസ് മൊസ്കിറ്റോ പടർത്തുന്ന ഒരു അസുഖമാണ് ഡെങ്കു ഇൻഫെക്ഷൻ. അപ്പോൾ ഡെങ്കു വൈറസ് ഇസ് ആൻ ആർബോ വൈറസ് ദാറ്റ് ഇസ് ട്രാൻസ്മിറ്റഡ് ബൈ ഈഡിസ് ഈജിപ്റ്റി, അതുപോലെ തന്നെ ഈഡിസ് ആൽബോപ്റ്റിക്കസും ഉണ്ട് അല്ലേ. ഇത് നമ്മൾ ഡെങ്കു പഠിച്ചപ്പോൾ നമ്മൾ പറഞ്ഞായിരുന്നു ഈജിപ്റ്റി കൂടാതെ ആൽബോപ്റ്റിക്കസും ഒരു വെക്ടറാണ്. ആൻഡ് ഇതെന്താ കോസ് ചെയ്യുന്നത്? ഡെങ്കു ഫീവർ കോസ് ചെയ്യുന്നു. ആൻഡ് സിവിയർ ആയിട്ടുള്ള കേസസിൽ ഡെങ്കു ഹെമറേജിക് ഫീവർ അല്ലെങ്കിൽ ഡെങ്കു ഷോക്ക് സിൻഡ്രോം ഒക്കെ ആർക്ക് കോസ് ചെയ്യാനായിട്ട് കഴിയും? ഈ പറയുന്ന ഡെങ്കു വൈറസിന് കോസ് ചെയ്യാനായിട്ട് സാധിക്കും. ഓക്കെ, ഇനി അടുത്ത ക്വസ്റ്റ്യൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വാട്ട് ഈസ് ദ പ്രൈമറി റിസപ്റ്റർ ദാറ്റ് ഈസ് യൂസ്ഡ് ബൈ HIV ടു എൻറ്റർ ടു ഹോസ്റ്റ് സെൽ? നമ്മൾ മുമ്പേ അത് പറഞ്ഞായിരുന്നു അല്ലേ. ഇതിൻ്റെ റേബീസിന്റെ ക്വസ്റ്റ്യൻ വന്നപ്പോൾ നമ്മൾ പറഞ്ഞായിരുന്നു അല്ലേ. ഏതാണ് അതിൻ്റെ ഓപ്ഷൻ ഒന്നും പറയേണ്ട ആവശ്യമില്ല. HIV യൂസ് ചെയ്യുന്ന റിസപ്റ്റർ ഏതാണ്?
CD4 റിസപ്റ്റർ ആണ്. ഈ CD4 റിസപ്റ്റർ എവിടെയാണ് കാണുന്നത്? T ഹെൽപ്പർ സെൽസിലാണ് കാണുന്നത് അല്ലെ. T ഹെൽപ്പർ സെല്ലിന്റെ സർഫസിലാണ് CD4 റിസപ്റ്റർ കാണുന്നത്. ആൻഡ് അതുപോലെ തന്നെ ഒരു കോ റിസപ്റ്റർ വേണമെന്ന് നമ്മൾ പറഞ്ഞായിരുന്നു. കോ റിസപ്റ്റർ രണ്ടെണ്ണമാണുള്ളത്. CCR5 ഉണ്ട്, അതുപോലെ തന്നെ CXCR4. ഓക്കെ, അപ്പം HIV-യുടെ റിസപ്റ്റർ എന്ന് പറയുന്നത് CD4 റിസപ്റ്റർ ആൻഡ് കോ റിസപ്റ്റേഴ്സ് രണ്ടെണ്ണം ഉണ്ട്, CCR5 ആൻഡ് അതുപോലെ തന്നെ CXCR4. ഓക്കെ, next, oral polio vaccine is inactivated and injected, live attenuated and administered orally, recombinant and injected, subunit and administered intranasally. ഇതിൽ ഏതാണ് OPV എന്ന് പറയുന്നത്? It is live attenuated and administered orally. അല്ലേ? OPVയുടെ മറ്റൊരു പേരെന്ന് പറയുന്നത് ഏതാണ്? സാബിൻ വാക്സിൻ ആണ്. IPV അല്ലെങ്കിൽ ഇനാക്ടിവേറ്റഡ് പോളിയോ വാക്സിന്റെ മറ്റൊരു പേര് എന്തായിരുന്നു? സാൽക്ക് വാക്സിൻ ആണ്. ആൻഡ് ഈ പറയുന്ന OPV ലൈവ് അറ്റനുവേറ്റഡ് വാക്സിൻ ആണ്. അത് നമ്മൾ ഓറലി ആണ് കൊടുക്കുന്നത്. 2 ഡ്രോപ്സ് ആണ്, ഒരു ഡോസിൽ 2 ഡ്രോപ്പ് ആയിട്ടാണ് കൊടുക്കുന്നത്. അതൊക്കെ ഓർക്കുന്നുണ്ടല്ലോ. പിന്നെ ഇതിന്റെ പ്രത്യേകത എന്താണ്? മ്യൂക്കോസൽ ഇമ്മ്യൂണിറ്റി പ്രൊഡ്യൂസ് ചെയ്യുക അല്ലെ. മ്യൂക്കോസൽ ഇമ്മ്യൂണിറ്റി, ഹേർഡ് ഇമ്മ്യൂണിറ്റി, അങ്ങനെയുള്ള കുറെ അഡ്വാൻറ്റേജസ് ഉള്ള ഒരു വാക്സിൻ ആണ് ഈ OPV എന്ന് പറയുന്നത്. ആൻഡ് അതുപോലെ തന്നെ അതിൻ്റെ ഒരു ഡിസഡ്വാൻറ്റേജ് എന്ന് പറയുന്നത് വാക്സിൻ അസോസിയേറ്റഡ് പാരാലിറ്റിക് പോളിയോമൈലൈറ്റിസ് കോസ് ചെയ്യാറുണ്ട്. OPV കോസ് ചെയ്യാറുള്ള ഒരു കണ്ടീഷനാണ് വാക്സിൻ അസോസിയേറ്റഡ് പാരാലിറ്റിക് പോളിയോമൈലൈറ്റിസ്. ഓക്കെ, നെക്സ്റ്റ് ക്വസ്റ്റ്യൻ എന്ന് പറയുന്നത് വിച്ച് ഓഫ് ദി ഫോളോയിങ് വാക്സിൻ ഇസ് കോൺട്രാ ഇൻഡിക്കേറ്റഡ് ഇൻ പ്രഗ്നൻസി? പ്രഗ്നൻസിയിൽ കോൺട്രാ ഇൻഡിക്കേറ്റ് ചെയ്യുന്ന വാക്സിൻ ഏതാണ്? ഹെപ്പറ്റൈറ്റിസ് B വാക്സിൻ, MMR വാക്സിൻ, ടെറ്റനസ് ടോക്സോയിഡ് ആൻഡ് ഇൻഫ്ലുവൻസ ഇനാക്ടിവേറ്റഡ് വാക്സിൻ. നമ്മൾ വാക്സിൻ ഡിസ്കസ് ചെയ്തപ്പോൾ അതിൻ്റെ ഒരു ഡിസഡ്വാൻറ്റേജസ് ആയിട്ട് നമ്മൾ ലൈവ് അറ്റനുവേറ്റഡ് വാക്സിൻ്റെ ഡിസഡ്വാൻറ്റേജസ് നമ്മൾ പറഞ്ഞതാണ് അല്ലേ. ഒന്നെങ്കിൽ ഇമ്മ്യൂണോ കോംപ്രമൈസ്ഡ് ആയിട്ടിരിക്കുന്ന അവസ്ഥയിലോ അല്ലെങ്കിൽ പ്രഗ്നന്റ് ആയിട്ടിരിക്കുന്ന അവസ്ഥയിലോ നമ്മൾ ഒരിക്കലും എന്ത് ടൈപ്പ് ഓഫ് വാക്സിൻ കൊടുക്കാൻ പാടില്ലെന്ന് പറഞ്ഞിട്ടുണ്ട്? ലൈവ് അറ്റനുവേറ്റഡ് വാക്സിൻ കൊടുക്കാൻ പാടില്ല എന്ന് നമ്മൾ പറഞ്ഞിട്ടുണ്ട്. അപ്പൊ ഈ കൂട്ടത്തിൽ ലൈവ് അറ്റനുവേറ്റഡ് വാക്സിൻ ഏതാണ്? MMR ആണ് അല്ലെ. മംസ്, മീസിൽസ്, റുബെല്ല വാക്സിൻ ആണ്. അതുകൊണ്ട് ഇറ്റ് ഷുഡ് ബി കോൺട്രാ ഇൻഡിക്കേറ്റഡ് ഇൻ പ്രഗ്നൻസി. Then, most rapid and specific method to detect viral RNA in clinical sample is ELISA, Western blot, real-time RT-PCR, electron microscopy. ഏതാണ് ഏറ്റവും റാപ്പിഡ് ആൻഡ് സ്പെസിഫിക് മെത്തേഡ് ടു ഡിറ്റക്ട് വൈറൽ RNA ഡിറ്റക്ട് ചെയ്യാൻ? റിയൽ ടൈം RT-PCR അല്ലെ. മോളിക്കുലർ മെത്തേഡ്സ് ആണ് ഏറ്റവും നല്ലത്. ഇതിനകത്ത് ഏതായിരുന്നു? റിയൽ ടൈം RT-PCR ആണ്. RT-PCR നമ്മൾ RNA ഡിറ്റക്ഷൻ ആണ് യൂസ് ചെയ്യുന്നത്. വെറും PCR ആണ് DNA ഡിറ്റക്ഷനിൽ. റിയൽ ടൈം എന്ന് പറയുമ്പോൾ നമുക്ക് റിയൽ ടൈമിൽ നമുക്ക് മോണിറ്റർ ചെയ്യാനായിട്ട് പറ്റുന്ന ഒരിതാണ്. അതിന് ഡിഫറെൻറ്റ് തെർമോസൈക്ലർ ആണ് എന്നൊക്കെ നമ്മൾ പഠിച്ചായിരുന്നു. ഓക്കെ, അതിൻ്റെ real-time RT-PCR allows rapid, sensitive and specific quantification of viral RNA commonly used in diagnosing HIV, HCV, SARS-CoV-2. പിന്നെ ഒരു കാര്യം, ഈ റിയൽ ടൈം എന്ന് പറയുന്നതിൻ്റെ വേറൊരു ഗുണം എന്ന് പറഞ്ഞാൽ നമുക്ക് ക്വാണ്ടിഫൈ ചെയ്യാൻ വൈറൽ ലോഡ് എന്തുമാത്രം ഉണ്ടെന്നും ഒക്കെ അറിയാനായിട്ട് സാധിക്കും. ഓക്കെ, നെക്സ്റ്റ് ക്വസ്റ്റ്യൻ എന്ന് പറയുന്നത് ഡിറ്റക്ഷൻ ഓഫ് IgM ആൻറ്റിബോഡി ഇൻ ദ വൈറൽ സിറോളജിക്കൽ ടെസ്റ്റ് ഇൻഡിക്കേറ്റ്സ് prior exposure, recent or acute infection, immunity and chronic infection. Answer is recent or acute infection. IgM ആൻറ്റിബോഡി നമുക്കറിയാം നേരത്തെയാണ് ഉണ്ടാകുന്നത്. നമ്മൾ പഠിച്ചായിരുന്നു IgM ആൻറ്റിബോഡിയാണ് നേരത്തെ ഉണ്ടാകുന്നത്. അതെന്ന് പറയുന്നത് എന്താണ്? ഇറ്റ് ഇൻഡിക്കേറ്റ്സ് റീസെന്റ് അല്ലെങ്കിൽ ആക്റ്റീവ് ഇൻഫെക്ഷൻ അല്ലേ. അപ്പം അതിൻ്റെ ആൻസർ എന്താണ്? ഓപ്ഷൻ ബി, റീസെന്റ് ഓർ അക്യൂട്ട് ഇൻഫെക്ഷൻ. പക്ഷെ IgG എന്ന് പറയുമ്പോൾ നമുക്ക് ഇൻഫെക്ഷൻ ഉണ്ടായി, അതായത് IgM ഉണ്ടാകും. IgM നമ്മുടെ ബോഡിയിൽ വരുന്നു. IgM നമ്മുടെ ബോഡിയിൽ വന്ന് കുറച്ച് നാൾ കഴിഞ്ഞ് കഴിഞ്ഞാൽ മാത്രമേ ഉള്ളൂ IgG അപ്പിയർ ചെയ്യത്തുള്ളൂ. ഓക്കെ, അതുകൊണ്ട് ആൻസർ ഈസ് റീസെന്റ് ഓർ അക്യൂട്ട് ഇൻഫെക്ഷൻ. നെക്സ്റ്റ് എന്ന് പറയുന്നത് വാട്ട് ഈസ് ദ ഗോൾഡ് സ്റ്റാൻഡേർഡ് ടെസ്റ്റ് ഫോർ ദ ഡയഗ്നോസിസ് ഓഫ് ഇൻഫ്ലുവൻസ വൈറസ് ഇൻഫെക്ഷൻ? ഗോൾഡ് സ്റ്റാൻഡേർഡ് ചോദിച്ചു കഴിഞ്ഞാൽ മിക്കതിലും എന്താണ് ഈ പറയുന്ന മിക്ക ടെസ്റ്റുകളിലും അത് ഈ മോളിക്കുലർ മെത്തേഡ്സ് ആണെന്ന് നമ്മൾ ഓർത്തോണം
അതിനകത്ത് ഇപ്പോൾ ഇതിനകത്ത് മോളിക്കുലർ ഏതാണ് RT-PCR ആണ്. അപ്പോൾ അതാണ് അതിൻ്റെ ആൻസർ ആയിട്ട് വരുന്നത്. ഓക്കെ, അപ്പോൾ ഇതിൻ്റെ ഗുണം എന്ന് പറഞ്ഞാൽ നമുക്ക് സബ് ടൈപ്പ് ഡിഫറൻഷിയേറ്റ് ചെയ്യാൻ, അതുപോലെ തന്നെ വൈറൽ ലോഡ് നമുക്ക് അറിയാൻ വേണ്ടിയിട്ടൊക്കെ പറ്റും. ചിലപ്പോൾ വൈറൽ ലോഡ് ഭയങ്കര കുറവാണെങ്കിൽ അതുവരെ നമുക്ക് ഇതിനകത്തൂടെ ഡിറ്റക്ട് ചെയ്യാനായിട്ട് സാധിക്കും. Then, chorioallantoic membrane of embryonated egg is used to cultivate which virus? ഏത് വൈറസിനെ കൾട്ടിവേറ്റ് ചെയ്യാൻ നമ്മൾ കോറിയോഅലന്റോയിക് മെംബ്രെയിൻ യൂസ് ചെയ്യുന്നത്? റേബീസ് ആണോ, ഇൻഫ്ലുവൻസ ആണോ, പോക്സ് ആണോ, മീസിൽസ് ആണോ? ആൻസർ ഈസ് പോക്സ് വൈറസ്. പോക്സ് വൈറസ് ആണ് കറക്റ്റ് ആൻസർ. നമ്മൾ പറഞ്ഞായിരുന്നു അല്ലേ, പോക്സ് വൈറസ് ലൈക്ക് വാക്സീനിയ വൈറസ് പോലെയുള്ള പോക്സ് വൈറസുകൾ ഈ പറയുന്ന കോറിയോഅലന്റോയിക് മെംബ്രെയിനിൽ ഗ്രോ ചെയ്യുമ്പോൾ വിസിബിൾ ആയിട്ടുള്ള പോക്സ് ഉണ്ടാക്കും. അത് നമുക്ക് എന്നിട്ട് എന്ത് ചെയ്യാൻ പറ്റും? വൈറസ് ഐഡന്റിഫിക്കേഷനും ടൈട്രേഷനും ഒക്കെ പണ്ട് തൊട്ടേ യൂസ് ചെയ്തുകൊണ്ടിരുന്നതാണ് ഈ പോക്സ് വഴി. ഓക്കെ, then next question എന്ന് പറയുന്നത് which type of cell culture is derived directly from animal tissue and has a limited lifespan? ലിമിറ്റഡ് ലൈഫ് സ്പാൻ. നമ്മൾ എന്താ പറയുക, സെൽ കൾച്ചർ പഠിച്ചപ്പോൾ നമ്മൾ പറഞ്ഞായിരുന്നു അല്ലേ, ഏതാണ് ലിമിറ്റഡ് ലൈഫ് സ്പാൻ ഉള്ളതും ഡയറക്ട്ലി ആനിമൽ ടിഷ്യൂവിൽ നിന്ന് എടുത്തതും ഏതാണ്? കണ്ടിന്യൂസ് ആണോ, ഡിപ്ലോയിഡ് ആണോ, പ്രൈമറി ആണോ, അതോ ഹൈബ്രിഡോമ ടെക്നോളജി ആണോ? ഓഫ് കോഴ്സ് നമുക്കറിയാം പ്രൈമറി സെൽ കൾച്ചർ ആണ് അല്ലേ. പ്രൈമറി കൾച്ചേഴ്സ് കം ഫ്രം ഫ്രഷ് ടിഷ്യൂസ് ആൻഡ് ക്യാൻ ഓൺലി ബി സബ് കൾച്ചർഡ് അബൌട്ട് ഒരു 3 to 5 ടൈംസ് മാത്രമേ നമുക്ക് സബ് കൾച്ചർ ചെയ്യാൻ പറ്റത്തുള്ളൂ. ആൻഡ് ദേ മിമിക് ഇൻ വൈവോ കണ്ടീഷൻ. അതിൻ്റെ ഗുണം എന്താണ്? നമ്മുടെ ബോഡിയിലെ കണ്ടീഷൻസിനെ അതുപോലെ തന്നെ മിമിക് ചെയ്യാനായിട്ട് അതിന് സാധിക്കും. ഓക്കെ, ഡിപ്ലോയിഡ് എന്ന് പറയുമ്പോൾ എന്താ, കുറച്ചും കൂടെ മൾട്ടിപ്ലിക്കേഷൻ ഒരു അപ് ടു 50 ടൈംസ് വരെ നമുക്ക് എന്താ പറയുക റെപ്ലിക്കേറ്റ് ചെയ്യിക്കാനായിട്ട് സാധിക്കും. കണ്ടിന്യൂസ് എന്ന് പറയുമ്പോൾ അത് ക്യാൻസറസ് സെൽസിൽ നിന്നാണ് ഡിറൈവ് ചെയ്തത്, അത് ഇമ്മോർട്ടൽ ആയിരിക്കും. ഓക്കെ, which of the following viruses cause flaccid paralysis? ഫ്ലാസിഡ് പാരാലിസിസ് നമ്മൾ പഠിച്ചായിരുന്നു. ഫ്ലാസിഡ് പാരാലിസിസ് ഉണ്ടാക്കുന്ന ഏത് വൈറസ് ആണ്? മീസിൽസ് ആണോ, വേരിസെല്ല സോസ്റ്റർ ആണോ, റേബീസ് ആണോ, പോളിയോ ആണോ? നമുക്കറിയാം അല്ലേ, പോളിയോ വൈറസ് ആണ്. പോളിയോ വൈറസ് എവിടെയാണ് ഇൻഫെക്ട് ചെയ്യുന്നത്? ആൻറ്റീരിയർ ഹോൺ സെൽസ് ഓഫ് ദ സ്പൈനൽ കോഡിലാണ്. വിച്ച് ലീഡ്സ് ടു ഫ്ലാസിഡ് പാരാലിസിസ് വിച്ച് ഇസ് ഓഫൺ അസിമെട്രിക്. ഓക്കെ, അതായത് നമ്മൾ പറഞ്ഞായിരുന്നല്ലോ ട്രൈപോഡ് അപ്പിയറൻസ് ഒക്കെ, അതൊക്കെ ഓർത്തോണം. ഓക്കെ, അപ്പം ഏതാണ് ഫ്ലാസിഡ് പാരാലിസിസ് കോസ് ചെയ്യുന്നത്? പോളിയോ വൈറസ് ആണ്. ഓക്കെ, then which test is used to confirm positive HIV screening test? HIV screening test ആദ്യം നമ്മൾ ചെയ്യും, എന്നിട്ട് കൺഫർമേറ്ററി ടെസ്റ്റ് ചെയ്യും എന്നൊക്കെ നമ്മൾ പഠിച്ചായിരുന്നു. അപ്പോൾ ഏതാണ് നമ്മൾ യൂസ് ചെയ്യുന്ന ടെസ്റ്റ്? കൺഫർമേഷന് വേണ്ടിയിട്ട് യൂസ് ചെയ്യുന്ന ടെസ്റ്റ് ഏതാണ്? CD4 കൗണ്ട്, HIV എലൈസ, വെസ്റ്റേൺ ബ്ലോട്ട് ആൻഡ് വൈറൽ കൾച്ചർ. ആൻസർ ഈസ് ഏതാണ്? വെസ്റ്റേൺ ബ്ലോട്ട് ആണ് നമ്മൾ കോമൺലി നമ്മൾ യൂസ് ചെയ്യുന്നത്. അവിടെ നമുക്ക് സ്പെസിഫിക് വൈറൽ പ്രോട്ടീൻസിനെതിരെയുള്ള ആൻറ്റിബോഡി നമുക്ക് ഡിറ്റക്ട് ചെയ്യാൻ പറ്റും. CD4 കൗണ്ട് എന്ന് പറയുന്നത് ഹൈലി സ്പെസിഫിക് ആണ്, പക്ഷേങ്കിൽ എന്താ പറയുക ഭയങ്കര എക്സ്പെൻസീവ് ആയിട്ടുള്ളൊരു മെത്തേഡാണ്. അതുകൊണ്ട് തന്നെ അതുപോലെ നമ്മൾ എപ്പോഴും ചെയ്യാനൊന്നും പറ്റത്തില്ല. HIV എലൈസ എന്ന് പറയുന്നത് സ്ക്രീനിങ് ടെസ്റ്റിൽ വരുന്നതാണ്. പിന്നെ കൾച്ചർ എന്ന് പറയുന്നത് ഭയങ്കര ബുദ്ധിമുട്ടാണ് ചെയ്യാൻ, അതുപോലെ തന്നെ ടൈം കൺസ്യൂമിങ്ങും ആണ്. അതുകൊണ്ടാണ് നമ്മൾ എന്താ പറയുക കൺഫർമേറ്ററി ടെസ്റ്റായിട്ട് വെസ്റ്റേൺ ബ്ലോട്ട് യൂസ് ചെയ്യുന്നത്. അതല്ലാതെ നമുക്ക് PCR യൂസ് ചെയ്യാം കേട്ടോ. ദെൻ നെക്സ്റ്റ് ക്വസ്റ്റ്യൻ എന്ന് പറയുന്നത് ഏർലിയസ്റ്റ് മാർക്കർ ഓഫ് അക്യൂട്ട് ഹെപ്പറ്റൈറ്റിസ് ബി ഇൻഫെക്ഷൻ. അക്യൂട്ട് ഹെപ്പറ്റൈറ്റിസ് ബി ഇൻഫെക്ഷൻ വരുമ്പോഴുള്ള ഫസ്റ്റ് മാർക്കർ ഏതാണ് നമ്മുടെ ബോഡിയിൽ കാണുന്നത്? anti-HBs ആണോ, HBsAg ആണോ, HBeAg ആണോ, anti-HBc ആണോ? നമുക്കറിയാം അല്ലേ, ഏതാണ്? HBsAg ആണ്. HBsAg is the first serological marker to appear in acute HBV infection. അതിൻ്റെ അർത്ഥം എന്താണ്? ആക്റ്റീവ് ഇൻഫെക്ഷൻ നടന്നുകൊണ്ടിരിക്കുന്നു എന്നാണ് പറയുന്ന HBsAgയുടെ അർത്ഥം. നെക്സ്റ്റ് വൺ എന്ന് പറയുന്നത് വിച്ച് ഇസ് ദ മോസ്റ്റ് കോമൺ മെത്തേഡ് യൂസ് ഫോർ വൈറൽ ഐഡന്റിഫിക്കേഷൻ ഇൻ ലാബ് ടുഡേ. വൈറസിന്റെ ഐഡന്റിഫിക്കേഷന് വേണ്ടിയിട്ട് നമ്മൾ ഏറ്റവും കോമൺലി യൂസ് ചെയ്യുന്ന മെത്തേഡ് ഏതാണെന്നാണ് ചോദിച്ചത്. ഇലക്ട്രോൺ മൈക്രോസ്കോപ്പി ഉണ്ട്, PCR ബേസ്ഡ് മോളിക്കുലർ മെത്തേഡ്സ്, വൈറൽ കൾച്ചർ, കോംപ്ലിമെന്റ് ഫിക്സേഷൻ ടെസ്റ്റ്. ഏതാണ്? ഒബ്വിയസ്ലി വൈറസിന് ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഐഡന്റിഫിക്കേഷൻ മെത്തേഡ് എന്ന് പറയുന്നത് ഏതാണ്? PCR ബേസ്ഡ് മെത്തേഡ്സ് ആണ്. എന്താ RT-PCR ഉണ്ട്, PCR ഉണ്ട്. അതിൻ്റെയൊക്കെ ഗുണം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഫാസ്റ്റ് ആണ്, സെൻസിറ്റീവ് ആണ്. മോഡേൺ വൈറോളജി ലാബ്സിൽ ഈ പറയുന്ന വൈറൽ ന്യൂക്ലിക് ആസിഡിനെയൊക്കെ ഡിറ്റക്ട് ചെയ്യാനായിട്ട് കോമൺലി നമ്മളിപ്പോൾ യൂസ് ചെയ്യുന്ന മെത്തേഡ്സ് ആണ് PCR ബേസ്ഡ് മോളിക്കുലർ മെത്തേഡ്സിനകത്ത് വരുന്നത്.
Next question is, which of the following is a continuous cell line used in virology? Virology-യിൽ നമ്മൾ യൂസ് ചെയ്യുന്ന ഒരു continuous cell line എക്സാമ്പിൾ ആണ് ചോദിച്ചത്. നമ്മൾ എപ്പോഴും പഠിക്കുമ്പോൾ എക്സാമ്പിൾസ് നമ്മൾ വിട്ട് കളയാറുണ്ട്. അത് വിട്ട് കളയാതിരിക്കാൻ വേണ്ടിയിട്ട് ചോദിച്ച ഒരു ക്വസ്റ്റ്യൻ ആയിരുന്നു. ഏതാണ് കണ്ടിന്യൂസ് സെൽ ലൈൻ്റെ ഒരു എക്സാമ്പിൾ? പ്രൈമറി മങ്കി കിഡ്നി സെൽ ലൈൻ, ഹെല സെൽ ലൈൻ, ചിക്കംബ്രിയോ സെൽ ലൈൻ ആൻഡ് WI38. അതിനകത്ത് ഏതാണ് ആൻസർ? ഹെല സെൽ ലൈൻ ആണ് ആൻസർ. ഈ ഹെല സെൽ ലൈൻ എന്ന് പറയുന്നത് നമുക്ക് എവിടെ നിന്നാണ് കിട്ടിയത്? ഇമ്മോർട്ടലൈസ്ഡ് ആയിട്ടുള്ള ഹ്യൂമൻ സെർവിക്കൽ ക്യാൻസർ സെൽസ് ആണ്. അതായത് സെർവിക്കൽ ക്യാൻസർ ഉള്ള സെൽസ്, ഹ്യൂമൻ സെർവിക്കൽ ക്യാൻസറിൽ നിന്ന് എടുത്തിട്ടുള്ള സെൽസ് ആണ് ഈ ഹെല സെൽസ് എന്ന് പറയുന്നത്. അപ്പം അത് നമ്മൾ വൈഡ്ലി നമ്മൾ യൂസ് ചെയ്യാറുണ്ട്. കാരണം എന്താണ്, നമുക്ക് കുറേ പ്രാവശ്യം നമുക്ക് റെപ്ലിക്കേറ്റ് ചെയ്യാൻ, അതുപോലെ ഈസി ആയിട്ട് മെയിൻറ്റെയിൻ ചെയ്യാനും ഒക്കെ സാധിക്കുന്നത് കൊണ്ട് നമ്മൾ ഈ ഹെല സെൽ ലൈൻ നമ്മൾ കോമൺ ആയിട്ട് യൂസ് ചെയ്യുന്നുണ്ട്. ഓക്കെ. Then, which of the following virus replicates in the cytoplasm? നമുക്കറിയാം സൈറ്റോപ്ലാസിൽ റെപ്ലിക്കേറ്റ് ചെയ്യുന്ന വൈറസ് ഏതാണ്? herpes simplex, adenovirus, papilloma virus and pox virus. Answer is pox virus അല്ലേ? ഇതെല്ലാം DNA വൈറസ് ആണ്. DNA വൈറസ് സാധാരണ ന്യൂക്ലിയസിലാണ് റെപ്ലിക്കേറ്റ് ചെയ്യുന്നത്, നമ്മൾ പഠിച്ചായിരുന്നു. എക്സെപ്ഷൻ ആരായിരുന്നു? പോക്സ് വൈറസ് ആണ്. കാരണം എന്താണ്, അവർക്ക് സ്വന്തമായിട്ട് ട്രാൻസ്ക്രിപ്ഷൻ മെഷീനറി ഉള്ളത് കൊണ്ടാണ് അവർ സൈറ്റോപ്ലാസിൽ റെപ്ലിക്കേറ്റ് ചെയ്യുന്നത്. ബാക്കിയുള്ളവർക്കൊന്നും അത് ഇല്ലാത്തത് കൊണ്ട് അവർ എന്ത് ചെയ്യും? ഹോസ്റ്റ് സെൽ ന്യൂക്ലിയസിനെ ഡിപ്പെൻഡ് ചെയ്തിട്ടാണ് അവർ റെപ്ലിക്കേറ്റ് ചെയ്യുന്നത്. ഓക്കെ. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ എന്ന് പറയുന്നത്, വിച്ച് വാക്സിൻ ഈസ് എ റീകോമ്പിനന്റ് സബ് യൂണിറ്റ് വാക്സിൻ? റീകോമ്പിനന്റ് സബ് യൂണിറ്റ് വാക്സിൻ ഏതാണ്? BCG, ഹെപ്പറ്റൈറ്റിസ് B വാക്സിൻ, OPV ആൻഡ് MMR. ആൻസർ ഈസ് ഹെപ്പറ്റൈറ്റിസ് B സബ് യൂണിറ്റ് വാക്സിൻ. നമുക്കറിയാം അതെന്ന് പറയുന്നത് എന്താണ് നമ്മളിവിടെ യൂസ് ചെയ്തിരിക്കുന്നത്? HBS ആൻറ്റിജനെയാണ് നമ്മൾ യൂസ് ചെയ്തിരിക്കുന്നത്. അത് നമ്മൾ ഈസ്റ്റ് സെല്ലിൽ റീകമ്പൈൻ ചെയ്യും. ഈസ്റ്റ് സെൽസ് നമ്മൾ കോമൺലി യൂസ് ചെയ്യുന്ന സെൽ എന്ന് പറയുന്നത് സെക്കാരോമൈസിസ് സെർവേസി ആണ്. അപ്പം അതെന്ത് ചെയ്യുന്നു? അതിൽ ലാർജ് എമൗണ്ടിൽ പ്രോട്ടീൻ സിന്തസൈസ് ചെയ്യുന്നു ആൻഡ് അത് നമ്മൾ വാക്സിനായിട്ട് കൊടുത്തു കഴിയുമ്പോൾ പ്രൊട്ടക്റ്റീവ് ആന്റിബോഡി ഇൻഡ്യൂസ് ചെയ്യും. ഓക്കെ. Next is, which viral infection is known to cause latent infection in sensory ganglia? Sensory ganglia ലേറ്റൻസിയിലേക്ക് പോകുന്ന ഏത് വൈറസ് ആണ്? HCV എന്ന് പറഞ്ഞാൽ ഹെപ്പറ്റൈറ്റിസ് C വൈറസ്, HSV herpes simplex വൈറസ്, ഇൻഫ്ലുവൻസ വൈറസ് ആൻഡ് പോക്സ് വൈറസ്, പോളിയോ വൈറസ്. ഇതിൽ ഏതാണ് കറക്റ്റ് ആൻസർ? സെൻസറി ഗാംഗ്ലിയയിലേക്ക് പോകുന്നത് ഹെർപ്പസ് സിംപ്ലക്സ് വൈറസ് ആണ്. ഇതല്ലാതെ കണ്ടുപിടിക്കാൻ ലേറ്റൻസിയിലേക്ക് പോകുന്നത് ഈ കൂട്ടത്തിൽ അവർ മാത്രമേ ഉള്ളൂ അല്ലേ? ഹെർപ്പസ് മാത്രമാണ്. അത് വെച്ചിട്ട് നമുക്ക് കണ്ടുപിടിക്കാം. ഓക്കെ. മെയിൻലി ഏത് ന്യൂറോൺസിലാണ്? ട്രൈജെമിനൽ, അതുപോലെ തന്നെ സാക്രൽ ഗാംഗ്ലിയയിലാണ്. അതുപോലെ തന്നെ നമുക്ക് സ്ട്രെസ് അല്ലെങ്കിൽ ഫീവർ ഇങ്ങനെയുള്ള എന്തെങ്കിലും കണ്ടീഷൻസ് വരുമ്പോൾ അത് റീആക്ടിവേറ്റും ചെയ്യാനുള്ള ചാൻസസ് വെരി ഹൈ. Then last question എന്ന് പറയുന്നത്, viral tropism is defined as dash. Viral tropism is defined as viral replication rate, specificity of a virus for a particular host tissue or cell type, antigenic variation and അതുപോലെ തന്നെ resistant to antivirus. ഇതിനകത്ത് ഏതാണ് റൈറ്റ് ഓപ്ഷൻ? നമ്മൾ പഠിച്ചായിരുന്നു അല്ലേ? സ്പെസിഫിസിറ്റി ഓഫ് എ വൈറസ് ഫോർ എ പെർട്ടിക്കുലർ ഹോസ്റ്റ് ടിഷ്യൂ ഓർ സെൽ ടൈപ്പ്. ഒരു സെല്ലിനോടോ ഒരു ടിഷ്യൂവിനോടോ വൈറസ് കാണിക്കുന്ന സ്പെസിഫിസിറ്റിനെയാണ് നമ്മൾ ട്രോപ്പിസം എന്ന് പറയുന്നത്. ഓക്കെ. അപ്പോൾ ട്രോപ്പിസം ഡിപ്പെൻഡ് ചെയ്യുന്ന എന്തിനൊക്കെയാണ്? ഹോസ്റ്റിന്റെ റിസപ്റ്റർ, വൈറൽ എൻട്രി പ്രോട്ടീൻ, സെല്ലുലാർ ഫാക്ടേഴ്സിനെയൊക്കെ ഡിപ്പെൻഡ് ചെയ്തിരിക്കും. ഫോർ എക്സാമ്പിൾ HIV ഹാസ് എ ട്രോപ്പിസം ഫോർ CD4+ T സെൽസ് അല്ലേ? നമുക്കറിയാവുന്ന കാര്യമാണ്. അപ്പോൾ ഇത്രയാണ് നമ്മുടെ സിസ്റ്റമിക് ആൻഡ് വൈറോളജി, സിസ്റ്റമിക് ആൻഡ് ക്ലിനിക്കൽ വൈറോളജി, അതുപോലെ തന്നെ ലാബ് ഡയഗ്നോസിസ്, അതുപോലെ പത്തോജനസിസ് ഓഫ് വൈറൽ ഇൻഫെക്ഷൻ. ഇത്രയും ടോപ്പിക്സിനെ പറ്റിയിട്ടുള്ള ഒരു MCQ ആയിരുന്നു ഇട്ടത്. എല്ലാവർക്കും ഇത്രയും ടോപ്പിക്സ് മനസ്സിലായെന്ന് വിശ്വസിക്കുന്നു. എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് വോയിസ് അയക്കാവുന്നതാണ്. ഓക്കെ.